Assalamualaikum. Welcome to Cook with Rumana. ನಾನು ಎಪ್ಪನ್ ಚಲ್ರ ಪೊಲೆ ನನ್ನ ವಿಡಿಯೋ ನೋಕರಂಗ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕೋರು ಲೈಕ್ ಹಾಕೋರು ಶೇರ್ ಹಾಕೋರು ಅಪ್ಪ ನಿಂಗಳೆಲ್ಲಾರು ಸಪೋರ್ಟ್ ಇನ್ನದ್ಲೆ ನಾನು ಆಲ್ರೆಡಿ ಇಪ್ಪ ಮಾನಿಟೈಸೇಷನ್ ಆಯ್ತು ಇನ್ನು ಕೊರೆ ನಾಲ್ ಬಿಟ್ಟಂಗೆ ನನ್ನ ವಿಡಿಯೋಲಿ ಆ್ಯಡ್ ಬರ್ಮ ನಿಂಗೆ ಬಂತವರು ಅಪ್ಪ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಬಟ್ ಬ್ಯಾರಿಂಗೆಲ್ಲ ಸಪೋರ್ಟು ಭಯಂಕರ ಕೊರಡಿಂಡು ನನ್ನ ವಿಡಿಯೋ പോയി നോക്കിയെങ്കിൽ ഉണ്ടാവും മലയാളത്തിലുള്ള വ്യൂസും ബാരിലുള്ള വ്യൂസും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയോ ബിരിയാണി ആക്കിയോല്ല ഇത് നിങ്ങൾ നോക്കിയ പോലെ ബൊണ്ട ഈ ബൊണ്ട വെച്ചിട്ട് ഞാൻ ബിരിയാണി ആക്കിയോല്ല ബട്ട് ഞങ്ങളുടെ അടുത്ത് ഇവിടെ ചെത്തറാറ് ബട്ട് ഈ സൈഡ് ഇവിടെ ചെത്തിറാറ് അത് നോ പ്രോബ്ലം അപ്പോൾ ബിരിയാണി ബൊണ്ട വെച്ചിട്ട് മാത്രമല്ല അതിന് ചിക്കനും ഇട്ടിട്ട് ഞാൻ ഗൾഫിലായെങ്കും തീ കത്തിട്ട് ദമ്മിട്ടെ അത് എങ്ങനെ ചെന്തനങ്ങനെ നോക്കാം ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ആക്കണം I think യൂട്യൂബിൽ ഭയങ്കര കൊരടി ആൾമാർ മാത്രം ഉണ്ടാക്കിയ ഒരു ഡിഷ് ഇത് അപ്പോൾ ഞങ്ങൾ നോക്കാം എങ്ങനെ ആക്കോ ചെന്ത അപ്പോൾ സ്റ്റാർട്ട് ആക്കപ്പ ബൊണ്ട ബിരിയാണി ആക്കുവോ ഞങ്ങളുടെ മണ്ണ് റെഡി ഉണ്ടെങ്കിൽ മണ്ണ് റെഡിയുമേ എടുക്കണം അടുപ്പിൽ വെച്ച് ആക്കണമെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് ആക്കണം അപ്പോൾ ഇതിക്ക് ഞാൻ 2 സ്പൂൺ നെയ്യ് പിന്നെ തെല് തേങ്ങ ഇട്ടിട്ട് ഇഞ്ചി വെല്ലുള്ളി കുത്തിത്ത് ഇത് ഞാൻ എടുത്തോ 1 കിലോ ബിരിയാണിക്ക് എത്ര ഇഞ്ചി വെല്ലുള്ളി വേണം അത്ര എടുക്കുക ഇഞ്ചി വെല്ലുള്ളി അരക്കോ തീരാ കുത്തിത്ത് എടുക്കണം പിന്നെ ഒരു 10 കായ്മുളക് ഇട്ടിട്ട് ചെന്ത ഒരു നിമിഷം ഫ്രൈ ആക്കണം അതിൽ പിന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞങ്ങൾക്ക് എത്ര ടേസ്റ്റ് വേണം ഉപ്പ് അത്ര ഇട്ട് കൊടുക്കണം ഒരു 1/2 കിലോ ഉള്ളിയും ചെറിയത് കട്ടാക്കിയിട്ടും ഞാൻ ഫ്രൈ ആക്കി എടുത്തേ ഉള്ളി വെന്ത് വരുമ്പോൾ അതിക്ക് ഒരു 3 ടൊമാറ്റോ വലിയ ടൊമാറ്റോ എടുത്ത് അങ്ങനെ 3 എടുത്ത് ചെറിയതായെങ്കിൽ ഞങ്ങൾക്ക് 4 എടുക്കുക ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കണം ഫ്രൈ ആക്കിയിട്ട് അതിൽ നിന്ന് നല്ല വേവണം അതിക്ക് മുച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് അടി പിടിച്ചിടാൻ നോക്കിയിട്ട് വേവാട്ടണം ഒരു ഈ ലെവലായി പിന്നെ അതിക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞളുടെ പൊടി ഒരു 1.5 സ്പൂണ് ഗരം മസാല ഒരു 2 സ്പൂണ് കൊത്തമ്പരിയുടെ പൊടി ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം ഇന്ന് ഫ്ലെയിം സ്ലോ ആക്കണം മസാല ഇട്ട പിന്നെ അത് അടി പിടിക്കരുത് മൺറേഡാകുമ്പോൾ വേഗം അടി പിടിക്കരുത് പിന്നെ തെൽക്കൊത്തമ്പരി ചൊപ്പ് പുതിന ചൊപ്പ് തെൽക്കര ചൊപ്പ് ഇത് 3 ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കണം പിന്നെ ഒരു 1.5 സ്പൂണ് നല്ല മുളക് പൊടിച്ചത് എന്തെങ്കിലും നല്ല പൊടിയാക്കോ തീരാ തരി വേണം അപ്പം പൊടിച്ചത് ഇട്ടെങ്കിൽ അത്ര നല്ല ഫ്ലേവർ ഇക്കറ് പിന്നെ 1 കിലോ ചിക്കൻ ബിരിയാണിക്ക് കട്ടാക്കോ തീരാ ചെറിയ കട്ടാക്കണം ഇതിക്ക് പിന്നെ ഞങ്ങൾ ഡെക്കറേഷന് ഫ്രൈ ആക്കി ഉപയോഗിക്കുന്ന നീരുള്ളിയും ഇതിക്കൊരു 2 പിടി അത്ര ഇടണം അത് നല്ല ഫ്ലേവർ ഞങ്ങൾ ഏത് ബിരിയാണി ആക്കുമ്പോൾ അങ്ങനെ ഇട്ടെങ്കിൽ നല്ലൊരു കമ്മനെ വെക്കറ് ഈ ബിരിയാണിക്ക് എന്തായെങ്കിൽ അത് ഇടണം പിന്നെ മുച്ച് വെച്ചിട്ട് ഒരു 10 നിമിഷം വേവാട്ടണം 10 നിമിഷത്തിൽ പിന്നെ തുറന്നിട്ട് അതിക്ക് ഒരു 3-4 സ്പൂണിൻ്റെ തൈര് ഒരു 1/2 കപ്പ് പിന്നെ ബന്നങ്ങ നക്ക് തെല്ലേ ബന്നങ്ങ കിട്ടിയോ ഗന്താലി ബൊണ്ട നക്ക് കിട്ടിയ സബോലു ഞങ്ങൾ റായത്തെ ബൊണ്ട ഉണ്ടായെങ്കിൽ നല്ല തന്നിയും നല്ല ബന്നങ്ങ കിട്ടും ബന്നങ്ങ ഇടോ മറക്കോ തീരാ ബന്നങ്ങ ഉള്ള ബൊണ്ട എടുക്കൂ ട്രൈ ആക്കണം നക്ക് കൂടെ ഇതേ കിട്ടും ഒരു 20 നിമിഷം ടോട്ടൽ ഇത് വെന്തേ മേ അതിൽ പിന്നെ അതിക്ക് തെൽക്കൊത്തമ്പരി ചൊപ്പ് പുതിന ചൊപ്പ് തെൽക്കര ചൊപ്പ് ഇടണം പിന്നെ ഇതിക്ക് കാര ഉപ്പ് അങ്ങനെ ഒന്നും കുറഞ്ഞ എണ്ണൊക്കെ ചക്കാക്കണം പിന്നെ തെൽ ലിംബം പുളിഞ്ഞി കൊടുക്കണം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെങ്കിൽ ഞങ്ങൾ മസാല റെഡി ചെയ്ത് പിന്നെ ഈ ബിരിയാണി ഞാൻ നെയ്ച്ചോറാക്കിയിട്ട് വെച്ചോളൂ ഞങ്ങൾ സാധാ ചോറ് ഭാരത്ത് താക്കോ തീരാ ഈ ബിരിയാണി ഞങ്ങൾ ഗന്ധസാല അരിയിൽ നെയ്ച്ചോറാക്കണം അത് നിങ്ങൾ ഓർക്ക് അങ്ങനെ ഞങ്ങൾ ട്രൈ ആക്കി നോക്കണം എങ്ങനെയായിട്ട് അതിക്ക് ഞാൻ ഒരു 2 സ്പൂണ് നെയ്യ് പിന്നെ ഒരു 2-3 സ്പൂണ് തേങ്ങ അങ്ങനെ നെയ്ച്ചോറാക്കണ നല്ല ഫ്ലേവർ ഇക്കറ് അതിക്ക് ഒരു 1/2 ചെറിയ ഇത് കട്ടാക്കിയ നീരുള്ളി പിന്നെ ഹോൾ ഗരം മസാല ഇട്ടിട്ട് മിക്സ് ആക്കണം പിന്നെ തെൽ ബേ ലീവ്സും ഇട്ടിട്ട് ഞാൻ 1 കിലോ അരി എടുത്തോ 4 കപ്പ് അരി അതിക്ക് 8 കപ്പ് തന്നി ബീത്തിര അതിൽ 3 കപ്പ് ഇത് തേങ്ങര തന്നി ഞാൻ 2 ബൊണ്ട എടുത്തിട്ട് അതിൽ 3 കപ്പ് തേങ്ങര തന്നി കിട്ടിയത് 5 കപ്പ് നോർമൽ തന്നി ഇട്ടിട്ട് തന്നി പയച്ച പിന്നെ അതിക്ക് ഞങ്ങൾ കഴുകിയിട്ട് ഞാൻ അരി 1/2 ഗಂಟೆ നനച്ച് വെച്ചിട്ട് ഊത്തി വെച്ച അരി ഇത് അത് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം മിക്സ് ആക്കിയിട്ട് അത് എടുത്ത അടിക്ക് ഒരു കാവലും വെച്ചിരണം അടി പിടിക്കോ തീരാ ചെന്ന് ഫ്ലെയിം സ്ലോ ആക്കിയിട്ടെങ്കിൽ ഒരു 10 നിമിഷം ആകുമ്പോൾ ഒരു ഈ ലെവലാവും ഒന്ന് കൈയിട്ടിട്ട് കയ്യിൽ അടിമേലാക്കിയിട്ട് പിന്നെ ഒരു 5 നിമിഷം ബുട്ടെങ്കിൽ ഞങ്ങൾ നെയ്ച്ചോറ് റെഡി ആവും ഇന്ന് ഞങ്ങൾ ദമ്മിടോ സ്റ്റാർട്ടാക്കി ബൊണ്ടത്തിലെ ഞങ്ങൾ ദമ്മിടോ അത് നടുറോ ഹോൾ തെൽ ബെല്ലിയാക്കി കൊടുക്കണം ഒരു സ്പൂൺ ഉൾഗ പോണ്ടത്തര അതൊരു 4-5 സ്പൂണ് ചോറിടണം ചോറിട്ട് നല്ല പ്രസ്സാക്കി കൊടുക്കണം
അതിൽ പിന്നെ ഒരാൾക്ക് എത്ര ഇറച്ചി വേണം, ഇത് ഒരാൾക്ക് വേണം എത്ര ചോറിക്കറിയിൽ ഇങ്ങനെ ഇടുമ്പോൾ, അപ്പോൾ ഒരാൾക്ക് എത്ര ഇറച്ചി വേണോ മസാല വേണോ അത്ര ഇട്ട് കൊടുക്കണം. ഒരു 3-4 സ്പൂണിൻ്റെ അത്ര ഒരു 4-5 പീസ് ഇറച്ചി അങ്ങനെ ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡിലും ആവറ് പോലെ ഇടണം, ഒരേ സൈഡിലല്ല ചുറ്റുക്കും ഇടണം. ഞങ്ങൾ സ്പൂൺ ചന്ത ഉൾഗ പോകേണ്ട സബൽ ഞങ്ങൾക്ക് കാണ്ട് ചന്ത ഇല്ലാത്ത പക്കത്തിലെല്ലാം ഇട്ട് കൊടുക്കണം. അതിൽ പിന്നെ തെൽനെയ്യ്, കൊത്തമ്പരി ചൊപ്പ്, പുതിന ചൊപ്പ്, പിന്നെ ഞങ്ങൾ ഫ്രൈ ആക്കി വെച്ച നീരുള്ളി, കൊട്ട ദ്രാക്ഷി അതെല്ലാം ഇടണം. അതെല്ലാം ഇട്ട പിന്നെ പാടം ചോറിട്ട് കൊടുക്കണം. ചോറിട്ടിട്ട് അതേപോലെ പ്രസ് ആക്കണം. നെയ്ച്ചോറ് ചമ്മ ഒടിയോ ബുടോ തീര സാധാരണ ഒരു ലെവലിലെ നെയ്ച്ചോറ് ആക്കിയെടുക്കണം. അപ്പോൾ എന്തോ ഇല്ലേ. പിന്നെ നിങ്ങൾക്ക് കാണുന്ന നല്ല നെയ്ച്ചോറ് നല്ല വിതുരായിട്ടുണ്ടോ അതേപോലെ വേണോ. ചന്ത പ്രസ്സാക്കി കൊടുക്കണം ഇതിക്ക്. അതിൽ പിന്നെ തെൽനെയ്യ് ഞങ്ങൾ എല്ലാ ബിരിയാണിക്ക് ദമ്മിട്ട പോലെ, ബട്ട് ഇതിക്ക് റോസ് വാട്ടർ കളറ എന്തും ഇടോ തീര, വേറെ ഫ്ലേവർ ബറോ തീര. ഈ ഉള്ളിരും ബന്നങ്ങരും പിന്നെ ഞങ്ങൾക്ക് ബൊണ്ടത്തെ ഫ്ലേവർ മാത്രമേ വേണോ. അതിന് മേൽക്ക് എല്ലാം ടൈറ്റ് മേൽത്തോൾ ടൈറ്റ് ആക്കണോ. അതിൽ പിന്നെ ಅದಕ್ಕೆ ನಾ ಇಪ್ಪ ಅಲ್ಯೂಮಿನಿಯಂ ಫಾಯಿಲ್ ಇಟ್ಟರು, ಬಟ್ നേരത്തെ ಅದಕ್ಕೆ ಬಾಲರೆಲ್ಲ ಬೇಕು ನನಗೆ ಬಾಲರೆಲ್ಲ കിട്ടാത്തതിൽ ನಾನು ಅಲ್ಯೂಮಿನಿಯಂ ಫಾಯಿಲ್ ಇಟ್ಟರು. അതിൽ പിന്നെ ഞങ്ങൾ പൂരിಗೆಲ್ಲ ಹಾಕಿರೋ പോലെ പിട്ട് കൊലിക്കണം. ഇത് മൈദത്തിൽ ഗോതിൽ പിട്ട് കൊലിക്കോ തീരാ, മൈദത്തിലെ പിട്ട് കൊലിച്ചിട്ട് ഇങ്ങനെ അത് ലോക്ക് ആക്കണം. നടുകു ഒരു തെൽപ്പിട്ടി ആരെ വെച്ചിട്ട് ഒന്നുകൂടെ വെച്ചിട്ട് ലോക്ക് ആക്കണം. പിന്നെ ബൊണ്ടത്തേക്ക് ബാലൻസ് കിട്ടിയിട്ട് ഞാൻ ഒരു തൈരുടെ ഒരു ഡബ്ബ വെച്ചിരെ, അതെല്ലാം ടൈനിങ് കപ്പ് ചായത്തെ കപ്പു അങ്ങനെ കപ്പ് എന്തും ബേക്കണം ಅದರ ಮೇಲ್ಗೆ, അല്ലെങ്കിൽ ബാലൻസ് കിട്ടില്ല. അങ്ങനെ ഞാൻ 2 ബൊണ്ടും റെഡിയാക്കിയ. ബാക്കിയുള്ളത് ഞാൻ മണ്ണൊരു ഇടത്തിലെ ദമ്മിട്ട്, ഉണ്ടെങ്കിൽ മണ്ണൊരു ചെറിയൊരു വിസലും ചെറിയൊരു കലവും ഉണ്ട്. അപ്പോൾ അതിലേ ഞാൻ ദമ്മിട്ടേ. ഈ കേരളത്തിലെ ട്രഡീഷണൽ ബിരിയാണിയുടെ പേര് ചട്ടി ബിരിയാണി, കുടുക്ക ബിരിയാണി, എൽനീർ ബിരിയാണി. അത് മൂന്നും ഞാൻ ഒരേ ഇതിലാക്കിയ. പിന്നെ ഞാനിവിടെ കോലു ഇതെല്ലാം എടുത്തിട്ട് തീ ഇട്ടേ. തീയിൽ ഒരു 10 നിമിഷം അപ്പറ ഇപ്പറ ആക്കിയിട്ട് ഞങ്ങൾ കണലല്ല തീയെ ബരണം, കണലല്ല ചന്ത തീയെ ബരണം. ഞങ്ങൾക്ക് അടുപ്പുണ്ടായെങ്കിൽ അടുപ്പിലെ ഇട്ടിട്ട് കത്തുപാട്ട. നക്ക അടുപ്പില്ലാത്ത സബൽ ഞാനിങ്ങനെ കല്ല് വെച്ചിട്ട് നടുവിൽ വെച്ചിട്ട് ആക്കിരോ. ഇപ്പം നല്ല വെള്ളിയാഴ്ച ഉച്ച നല്ല വെയിലും പിന്നെ അടുപ്പുറ തീയും എല്ലാം ഇത്ത് നക്ക് ബൊണ്ട എടുക്കോ ആയിട്ടില്ല. ബട്ട് നണ്ടെങ്കിൽ ചെറിയ ഗട്ടിയില്ലാത്ത കോലും ആയ സബലും എടുക്കോല്ല. ഞങ്ങൾക്ക് റായത്തിലെ നല്ല കൊത്തൽಗೆ അങ്ങനെ ഇരിക്കുമ്പോൾ അതിലെടുത്തെങ്കിൽ ഇത്ത് അപ്പോൾ ಬೇಗ കിട്ടറ്. ನಾನು കേരളത്തിലിരിക്കുമ്പോൾ ആക്കರೆങ്കിൽ കൊത്തൽಗೆಲೆಲ್ಲ പിടിച്ച് ಹಾಕರೆ അപ്പോൾ ಬೇಗ കിട്ടറ്. അവിടെ ഞങ്ങൾ അടുപ്പിಗೆ ഇಡ್ರ ഇങ്ങനെ ആക്കണോണ്ടില്ല, സുലഭ ആക്കോಗು. ഇതൊരു എടുത്ത പിന്നെ ഒരു അരഗಂಟೆ ಪರ್ತು ಬೆಚ್ಚೆಂಗಿ ಇದು ಚಪ್ಪೆ ಅವರು. അതിൽ പിന്നെ ഇങ്ങനെ കൊത്തോ കഷ്ടന്തില്ല ಬೆಂದ ಸಬಲ್ ಬೇಗಮೇ ಓಪನ್ ಅವರು കൊത്തോ ഗൊന്തിയിലാണ്ടായെങ്കിൽ അടുത്ത മൈദ എടുത്തിട്ട് ഇങ്ങനെ ചോറ് സ്പൂണിലെടുത്തെങ്കിൽ മേ. ബട്ട് നക്കിങ്ങനെ ചന്ത ഏത് ഷേപ്പിൽ ಬಂದ್ರೆ കാണുന്നുണ്ട്. ಅದಕ್ಕೆ ನಾನಿങ്ങനെ ഓപ്പൺ ആക്കേ. ഇത് ഞങ്ങൾ ലൈക്ക് ഉറക്കായെങ്കിലും ട്രൈ ആക്കണം. ഞങ്ങൾക്കിത് ഹോട്ടലിൽ കിട്ടാൻ നക്ക് പിടില്ല. ബട്ട് ഞങ്ങൾ ഔട്ടിലല്ല, കേരളത്തിൽ ഞങ്ങൾ ഔത്തെല്ലാം ഞങ്ങൾ ഇങ്ങനെ ആക്കറ. ബട്ട് ഇത് ലൈഫ് വർക്കായി ഞങ്ങൾ ട്രൈ ആക്കാണ്ടിപ്പോകും തീരെ അത്ര ടേസ്റ്റുള്ള ഒരു ബിരിയാണി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ನಾನು ವಿಚಾರಿக்கிறேன்.